ഇന്ന് ഞാനും എന്റെ ആനപ്രാന്തനായ ചങ്ങായും ഒരു ആനനെ കാണാൻ ബാലുശ്ശേരി വരെ പോവാന്ന്. ബാലുശ്ശേരി എത്തി അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഓട്ടോ പിടിച്ച് ആനയുള്ള സ്ഥലമായ ദൈവമുക്കിലോട്ട് പോയി. നമ്മുടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഗോപാലൻ അവിടെ പട്ടാവുന്ന തിരക്കിലായിരുന്നു. നമ്മൾ അതിനെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ആനക്ക് കഴിക്കാനുള്ള ഒരു ലോഡ് ഓലയായിട്ട് അതിന്റെ പാപ്പന്മാർ വന്നു. കുറച്ചുനേരം അവർ ലോഡ് ഇറക്കുന്നത് നോക്കിയിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, എന്തായാലും ഇത്ര നേരം നോക്കിയിരുന്നതല്ലേ, വാ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ് നമുക്ക് അവർ ചായ വന്നു. അങ്ങനെ ചായ കുടിച്ച് അവരോട് കുറച്ചേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവർ നേരെ ആനനെ കുളിപ്പിക്കാൻ അവിടെ താഴെയുള്ള തോട്ടിലോട്ട് പോയിരുന്നു. എന്നാൽ പിന്നെ ആനയെ കുളിസിങ് കാണാനെന്ന് വെച്ച് നമ്മളും പോയി. ആനയാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ തന്നെ അവിടെ പോയി കിടന്നു. അവിടുത്തെ വെള്ളത്തിന് പിന്നെ വലിയ ആഴമൊന്നുമില്ല. അവിടെ അവർ അതിന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നല്ലൊരു മഴ വന്നപ്പോഴേക്കും ഞാൻ ശിവയത്തും അപ്പുറത്തുള്ള വീട്ടിൽ കയറി വന്നു. ഈ തോടൊക്കെ കാണുമ്പോൾ അതിലിറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ ആന ഉള്ളതുകൊണ്ട് ചെറിയൊരു പേടി. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ആനയെ കുളിപ്പിക്കുന്നത് ചില്ലറ പണിയല്ലെന്ന്. 2-3 മണിക്കൂറൊക്കെ എടുക്കുമെന്ന്. അങ്ങനെ 2-3 മണിക്കൂറിന്റെ ആനയുടെ നീരാട്ടൊക്കെ കഴിഞ്ഞ് ആന കരക്കേറി. ഇവനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അതിന്റെ പുറത്തോട്ട് വലിഞ്ഞു കയറി. ഇവനൊരു ആനപ്രാന്തനായതുകൊണ്ട് ഏകദേശം എല്ലാ ആനക്കാരായിട്ട് ഇവന് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവൻ എവിടെ പോകുമ്പോഴും എന്നെയും കൂടെ കൊണ്ടുപോകും. ആനയുടെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ആനയുടെ വീട്ടിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് സമയം കളണ്ടെന്ന് വെച്ച് ഞാനും ശിവയത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഓക്കെ, ബൈ.